ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന LD ക്ലർക്കിന് വേണ്ടിയും ഖാദി ബോർഡ് LDCക്ക് വേണ്ടിയും. സോ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. 1.5 മണിക്കൂർ 90 മിനിറ്റ് ആണ് നമ്മുടെ എക്സാമിന്റെ സമയം. സോ 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏതൊക്കെ ഏരിയയിലാണ് വീക്കായി പോകുന്നതെന്ന്. സോ നമുക്ക് എക്സാമിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികയിൽ നിന്ന് ശരി അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാൾ. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര, ബംഗാൾ. ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. രംഗഭൂമി, പ്രേംചന്ദ്, ബംഗാൾ. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ 4, only 4. രംഗഭൂമി, പ്രേംചന്ദ്, ബംഗാൾ. 2, താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ചേരിചേര പ്രസ്ഥാനം, സിയോണിസ്റ്റ് പ്രസ്ഥാനം, ജൂത ജനകീയ പ്രസ്ഥാനം, ജൂത വിമോചന പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, only 2, സിയോണിസ്റ്റ് പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, മാവോ സേതുങ്. ഉത്തരം ഓപ്ഷൻ സി, only 2, മുസോളിനി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതിക്കാരം. 4ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, only 1, പതിറ്റുപത്ത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. സംഘം കൃതികൾ, മൂഷക വംശ മഹാകാവ്യം, തുഫത്തുൽ മുജാഹിദീൻ, ചിലപ്പതിക്കാരം. ഉത്തരം ഓപ്ഷൻ ബി, only 2, മൂഷക വംശ മഹാകാവ്യം. 6ാമത്തെ ക്വസ്റ്റ്യൻ, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946, സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ, ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്ര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 and 4. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ, ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം. 8, വൈവിധ്യമാർന്ന സവിശേഷതകൾ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുക്കുക. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്നു, ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 2, കൽക്കരി. താഴെ പറയുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്ന് അറിയപ്പെട്ടു. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കും ഇടയിൽ. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. താഴെ പറയുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, only 1, സെപ്റ്റംബർ 16. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉത്തരം ഓപ്ഷൻ
എ ആണ് ഓൾ ഓഫ് ദ എബോ, എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, 1974-78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2, ഗരീബി ഹട്ടാവോ പരിപാടി നടപ്പിലാക്കി. പ്രസ്താവന 3, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായവ ഏതെല്ലാം? പ്രസ്താവന 1, ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. പ്രസ്താവന 2, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. പ്രസ്താവന 3, ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. 15, താഴെ പറയുന്ന ജോഡികളിൽ ശരി അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സഹകരണ ബാങ്ക്, LIC. 16, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഗതാഗതം പ്രാഥമിക മേഖല, മത്സ്യബന്ധനം ദ്വിതീയ മേഖല, നിർമ്മാണം തൃതീയ മേഖല. കറക്റ്റ് ഓർഡറിലാക്കാൻ ഉത്തരം ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. 18, നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവന ശരി അല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 19, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. 20, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി 16. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? 21, ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ്. 22, ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. 23, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. 24, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ എ 1. 25, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായത്. 26, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 2ഉം ശരി, 3 തെറ്റാണ്. 27, നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ ബി എന്റെ കൂട്. 28, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. 29, സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ സി മുഖ്യമന്ത്രി. 30, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെഡിസെപ്. 31, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി പ്രസിഡന്റ്. 32, സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. 32ന്റെ ഉത്തരം ഓപ്ഷൻ ബി 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്.
33 ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആന്റണി ഡൊമിനിക്. 34 നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി വൃക്ക. 35 താഴെ കൊടുത്തിരിക്കുന്നതിൽ പിത്തരസത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു, പിത്തരസത്തിൽ എൻസൈമുകളില്ല, പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു, പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി 1 ഉം 3 തെറ്റ്. 36 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അദ്വാര്യമായി തീരുന്ന അവസ്ഥയാണ്. ഉത്തരം ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ നവംബർ 14. കണ്ടോ, ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ 2 ഡേയ്സ് കണ്ടു. ഒന്ന് ഓസോൺ ഡേ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ ലോക പ്രമേഹ ദിനം എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 നടത്തുന്ന എക്സാംസിന് PSC ഡേയ്സ് മാറ്റി, അത് ദിവസങ്ങൾ പ്രത്യേകത മാറ്റിയിട്ട് അവർ ചോദിക്കുന്ന തീംസ് ആണ്, പ്രമേയങ്ങളാണ്. കഴിഞ്ഞ ഒരു എക്സാമിന് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് 2024 നടന്ന ഒരു എക്സാമിനകത്ത് PSC ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 പ്രമേയങ്ങൾ ചോദിച്ചത്, 2 തീംസ് ചോദിച്ചത്, അത് ഇങ്ങനെയുള്ള ദിവസത്തിന്റെ തീംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഷുവറായിട്ടും പഠിക്കണം, അത് ഉറപ്പായിട്ടും തീംസും പ്രമേയങ്ങളും ഷുവറായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. 38 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ, തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ, ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ, അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ. ഉത്തരം ഓപ്ഷൻ സി ആണ് 1 ഉം 4 ഉം. 39 എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ. 40 KARSAP കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2018 ഒക്ടോബർ. 41 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ എ സ്വീഡൻ. 42 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 പ്രസ്താവനകളും ശരിയാണ്. 43 ഒരു മണ്ണ് മാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാസ്കൽ നിയമം. 44 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? ഉത്തരം ഓപ്ഷൻ സി 4 മടങ്ങ്. 45 മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISROയുടെ പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ ഗഗൻയാൻ. 46 ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. 47 ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. 48 പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നോറും ലോക സ്വഭാവം കൂടുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. 49 അലൂമിനിയത്തിന്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ്. 50 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ സി ബംഗളൂരു. 51 ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരും തോറും? ഉത്തരം ഓപ്ഷൻ ബി മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. 52 കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം. 53 രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി ഉമയുടെ തപസ്യ. 54 ഋഗ്വേദവും വാൽമീകി രാമായണം വിവർത്തനം ചെയ്ത മലയാള കവി ആര്? ഉത്തരം ഓപ്ഷൻ എ വള്ളത്തോൾ. 55 കപട ലോകത്തിലെന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ഓപ്ഷൻ ബി കുഞ്ഞുണ്ണി മാഷ്. 56 ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 57 ക്രിക്കറ്റിന്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഉത്തരം ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. 58 ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ഉത്തരം ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ. 59 വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി കൂട്ട്. 60
കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏതു സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 66A. 61. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ഒക്ടോബർ. 62. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ ഡി കീബോർഡ്. 63. ഏതു തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി റേഡിയോ തരംഗം. 64. പ്രസ്താവന എ. നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. 65. താഴെ പറയുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ മീഡിയേഷൻ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. 66. 61 വയസ്സുള്ള എ എന്ന വിഭാര്യനായ വ്യക്തി തന്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, ഇസഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എക്സിനും വൈക്കും തുല്യമായി. 67. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19 വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും മാത്രം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമില്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിന് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. 68. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കായുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ? ഉത്തരം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. 69. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മിസസ് രേഖ ശർമ്മ. 70. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 29, 30. 71. വൈ അക്ഷം പ്രതിസാമത്യ അക്ഷമായി എടുത്താൽ 3, 4 ബിന്ദുവിന്റെ പ്രതിബിംബമായി വരുന്ന ബിന്ദു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, -3, 4. 72ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 73. അബു, സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 6000. 74. 31 സ്ക്വയറിന്റെ വിലയെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതിയാൽ അവസാനത്തെ എണ്ണൽ സംഖ്യ ഏത്? ഉത്തരം ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 75. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/3 ഭാഗത്തിന് തുല്യമായ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 9:8. 76. ഒരു ദ്വിമാന സമവാക്യത്തിന്റെ മൂല്യഗണനത്തിലെ ഒരംഗം 3 + √7 ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 2. 77. 10 സെന്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്ത സ്തൂപികയാക്കിയാൽ സ്തൂപികയുടെ ഉന്നതി? ഉത്തരം ഓപ്ഷൻ സി 40. 78. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിന്റെ പരപ്പളവ്? ഉത്തരം ഓപ്ഷൻ എ 2π. 79. √2n = 1024 ആയാൽ n-ന്റെ വാല്യൂ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 20. 80. 6 ലിറ്റർ പാൽ 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്നും ഒരു കുപ്പിയിലെ പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇട്ടു എങ്കിൽ ചായക്കെടുത്ത പാൽ എത്ര ലിറ്റർ? ഉത്തരം ഓപ്ഷൻ സി 1/2 ലിറ്റർ. അടുത്തത് ഇംഗ്ലീഷ് ആണ്. ചേഞ്ച് into indirect speech. I visited Mumbai last week, said Rani. Which of the following is the correct one? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Rani said that she had visited Mumbai the previous week. 82. What does the prefix extra means in the word extraordinary? ഉത്തരം ഓപ്ഷൻ ഡി beyond. 83.
Find out the suitable article from the choices given below. Dash Eve is a female sheep. ഉത്തരം ഓപ്ഷൻ എ ആണ്. എ. 84. Identify the plural form of stimulus. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റിമുലൈ. Find out 85. Find out the correct answer for the conditional sentence. If you had studied well, you dash get the first rank. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, would have got. 86. Fill in the blanks with the correct degree of comparison. The exam is dash easy than the last one. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈസിയർ. 87ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. 88. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ഉത്തരം ഓപ്ഷൻ സി, ആറിൻജോയ്. 89. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർത്തൈഡ്. ഉത്തരം ഓപ്ഷൻ ഡി, സെപ്പറേറ്റ്നെസ്. 90. What is the masculine gender for duchess? ഉത്തരം ഓപ്ഷൻ എ, ഡ്യൂക്ക്. അടുത്തത് മലയാളമാണ്. 91. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സതീർത്ഥ്യൻ. 92. പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വിവക്ഷ. 93. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മധുരം. 94. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കണ്ണിലുണ്ണി. 95. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 96. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശിങ്കിടി പാടുക. 97. ചുമ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കാസം. 98. കരി പ്ലസ് പുലി ചേർത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, കരിമ്പുലി. 99. പൂജക ബഹുവചനത്തിൽ ഉദാഹരണമായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാമികൾ. 100. വെയിൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം. ഉത്തരം ഓപ്ഷൻ എ, വെയിലിന്റെ നാളം. താങ്ക് യു. അപ്പോൾ 100 മാർക്കിന്റെ ഫുൾ മോക്കാണ് നമ്മളിപ്പോൾ എടുത്തത്. 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് 90 മിനിറ്റ് സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.